ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന RRB NTPC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്കുള്ള ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. RRB ആപ്ലിക്കേഷൻ അയക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ RRBയുടെ സൈറ്റിൽ ചെന്ന് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാനായി സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ, RRBയുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ആ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഉപയോഗിച്ച ഫോൺ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇല്ല, ആദ്യമായിട്ടാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് RRB ചെന്നൈ എന്നാണ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം RRB ചെന്നൈ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതാണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആ ഒരു പേജ് എന്ന് പറയുന്നത്. ഇതിൽ RRB റീസെൻ്റ്ലി വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. അതിൽ ഏറ്റവും ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷൻസ് ആണ് ആ കിടക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളവർക്ക് ക്ലിക്ക് ഹിയർ വ്യൂ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഇംഗ്ലീഷിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെ ഹിന്ദിയിലുള്ള നോട്ടിഫിക്കേഷൻസും കിടപ്പുണ്ട്. അതിന് മുകളിലായി ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഞാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 79 പേജോളം ഉണ്ട്. ആദ്യം ഇവരൊരു നോട്ടിഫിക്കേഷൻ ഇട്ടിരുന്നു. പിന്നീട് ചെറിയൊരു മാറ്റങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് അമെൻമെൻ്റ് ആക്കിയ നോട്ടിഫിക്കേഷനും അവരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി അതിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ അയക്കേണ്ട രീതിയും പ്രൊസീജിയറും എല്ലാം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പോർട്ടലിലേക്കായിരിക്കും വരുന്നത്. നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങനെയുള്ള പടമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ്. ഇവിടെയും അപ്ലൈ എന്ന് പറഞ്ഞൊരു റെഡ് ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 2 ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്. നമ്മൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് കൊടുക്കുന്നത്. ദെൻ അപ്പോൾ ഇവിടെ ഒരു നോട്ട് വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോർ സെൻ 01/2024 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇതിക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ, ഈ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ആ ഫോൺ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ അയക്കാമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുതിയ അക്കൗണ്ട് എടുക്കാനായി വന്നിരിക്കുക. അതുകൊണ്ട് അത് ഓക്കെ കൊടുത്തു. ശേഷം ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ നെയിമും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നമ്മുടെ പാരൻസിൻ്റെ നെയിമും, അതേപോലെ തന്നെ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ 10th സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നെയിം ഉള്ളത്, നമ്മളുടെയും നമ്മുടെ പാരൻസിൻ്റെയും പേരൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. ഇതിന് തൊട്ട് താഴെയായി ആധാർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അവിടെ നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ വെരിഫൈ യൂസിങ് ആധാർ എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് മൊബൈൽ നമ്പറോ OTP ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ടായിരിക്കും. ആധാർ കാർഡിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് കാർഡ് ഇല്ല എങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ആധാർ കാർഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ തെറ്റുകൂടാതെ നമ്മുടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യാനായി ശ്രമിക്കുക.
ആധാർ കാർഡ് വെരിഫിക്കേഷൻ ഇവിടെ മൊബൈൽ നമ്പറിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിന് തൊട്ട് താഴെയായി നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് അവിടെ കൊടുക്കുക. ആ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്തതിന് ശേഷം ജനറേറ്റ് ഇമെയിൽ OTPയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. 6 അക്ക OTP ആയിരിക്കും. അത് അവിടെ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെയായി നമ്മുടെ മൊബൈൽ നമ്പർ അവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെയും ജനറേറ്റ് OTP കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു 6 അക്ക OTP വരുന്നതായിരിക്കും. അതും തെറ്റുകൂടാതെ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ പാസ്വേഡിൽ മസ്റ്റായിട്ടും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്പേഴ്സും ഉണ്ടായിരിക്കണം. ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം കൺഫേം പാസ്വേഡ് എന്ന അതിലും നമ്മൾ അടിച്ച അതേ പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അവിടെ തന്നിട്ടുള്ള ക്യാപ്ച കോഡ് തെറ്റുകൂടാതെ അതേ രീതിയിൽ തന്നെ നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നാഷണാലിറ്റി, പേഴ്സണൽ ഇൻഫർമേഷൻ, ആധാർ വെരിഫിക്കേഷൻ, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ പാസ്വേഡും ക്യാപ്ച കോഡും ഒക്കെ കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആധാർ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ഡിക്ലറേഷൻ ബോക്സ് കാണാം. മൈ ആധാർ ഡീറ്റെയിൽസ് ആർ സെയിം ആസ് പെർ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന്. ആദ്യം നമ്മൾ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിനെ അനുസരിച്ചാണ് നമ്മുടെ നെയിമും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തത്. അതിൽ കൊടുത്ത ഡേറ്റയും അതേപോലെ തന്നെ ആധാറിൽ എഴുതിയിരിക്കുന്ന ഡേറ്റയും സെയിം ആണെങ്കിൽ, ആധാറിലുള്ളതും മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റ സെയിം ആണെങ്കിൽ ആ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവരൊരു ടിക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ നെയിം ആസ് പെർ ആധാർ എന്നുള്ളിടത്ത് വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും രണ്ടും. അതല്ല ആധാറിലതും മെട്രിക്കുലേഷനിലെയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ നിങ്ങൾ ആ വ്യത്യാസം എന്താണോ അതനുസരിച്ചുള്ള നെയിമും കാര്യങ്ങളും ഒക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ഏറ്റവും താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സ് വായിച്ച് നോക്കിയതിന് ശേഷം ആ ഒരു ബോക്സിലും ക്ലിക്ക് ചെയ്യുക. ദെൻ വെരിഫൈ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ അവിടെ കംപ്ലീറ്റഡ് ആയി കഴിയും. ശേഷം തൊട്ട് താഴെയുള്ള ആ ഒരു ഡിക്ലറേഷൻ ബോക്സ് കൂടി വായിച്ച് നോക്കിയതിന് ശേഷം ടിക്ക് ചെയ്യുക. ഐ ഹോൾഡർ ഓഫ് ആധാർ നമ്പർ എന്നും പറഞ്ഞ് ആ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. അതുകൂടി വായിച്ച് നോക്കി ആ ഒരു ബോക്സ് കൂടി ക്ലിക്ക് ചെയ്ത് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരൊരു ടിക്ക് വരും. ആ ഒരു ടിക്ക് കൂടി വന്നതിന് ശേഷം വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിയും. ശേഷം നമുക്ക് ആധാർ വെരിഫൈഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ബാക്കി സ്റ്റെപ്പെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഫൈനലി പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ബോക്സ് ആയിരിക്കും. ഇതിൽ നമ്മൾ കൊടുത്ത നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇതിന് ഏറ്റവും തൊട്ട് താഴെയായിട്ടൊരു ഡിക്ലറേഷൻ ബോക്സ് എഗെയിൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വായിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ ഒരു ടിക്ക് വരുന്നതായിരിക്കും.
എന്തെങ്കിലും വ്യത്യാസം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. വൺസ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലുടനീളം നിങ്ങൾ ഈ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. യാതൊരുവിധ മാറ്റവും വരുത്താനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യുക. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ബോക്സിൽ കാണിച്ചിട്ടുള്ളത്. ഇത് പ്രൊസീഡ് കൊടുക്കുക. ശേഷം ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സൈൻ ഇൻ പേജിലേക്കായിരിക്കും പിന്നീട് പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു മെസ്സേജും അതേപോലെ തന്നെ നമുക്കൊരു ഇമെയിലും വന്നിട്ടുണ്ടാവും. അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. ശേഷം നമുക്ക് സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പേജിൽ വന്ന് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ തെറ്റുകൂടാതെ അവിടെയുള്ള ക്യാപ്ചയും അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷനുകൾ അയക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ RRBയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ട്. ദെൻ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ആ ഒരു പോർട്ടലിൽ റെഡ് കളറിൽ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. ഇനി ശേഷം നമ്മളിവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറോ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. തെറ്റുകൂടാതെ അത് തന്നെ വേണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ടൊരു ക്യാപ്ച കാണാവുന്നതാണ്. ആ ക്യാപ്ച അതുപോലെ തന്നെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോർട്ടൽ തുറന്ന് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയക്കേണ്ട പോർട്ടലാണിത്. അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസൊക്കെ കാണാം. ഇത് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ആദ്യം കാണിക്കുന്നത്. ഒരു വയലറ്റ് ബോക്സ് കാണാവുന്നതാണ് 3 വരയിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും കാണാം. ജനറൽ ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ഹിസ്റ്ററി. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അവരിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു കാറ്റഗറിയിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബ്ലൂ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ തനിയെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയും നമുക്ക് ഇതിലൂടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോർട്ടലിൽ ഉള്ളത്. ശേഷം നമുക്കിത് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.